ഇപ്പൊ ആളുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റുകളുണ്ട്, അതായത് ഈ മുൻപ് 2008 അല്ലെങ്കിൽ മുൻപുണ്ടായ അനുഭവമാണ് ഇപ്പൊ പറയുന്നതെന്ന്. അപ്പൊ അതിനോട് എന്താ പറയാനുള്ള അനുഭവങ്ങൾ എപ്പോഴായാലും അതെ അതെ. ഇപ്പം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരത്തെ സിറ്റുവേഷനിൽ അവരുടെ മനോനില ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കും, നമുക്ക് ചിലപ്പം നാണക്കേട് പേടിച്ചിരിക്കും, ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാതില്ല, എൻ്റെ കുട്ടികൾ അന്ന് കുഞ്ഞു കുട്ടികളായിരുന്നു, ചെറിയവരായിരുന്നു, അവരൊന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അവരുടെ ഭാവിയും കൂടെ ഓർത്തായിരുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് അതെന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അവർ ഈ ഫ്രണ്ട്സ് ക്ലാസ്മേറ്റ്സ് ഒക്കെ പറയാം, അയ്യേ, അവർ കളിയാക്കലെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു അവർക്ക് ഭാവിയിൽ അവർക്ക് ദോഷം ചെയ്യും. ഞാൻ അതൊക്കെ ഓർത്തിട്ടാണ്, ആ പിള്ളേരുടെ മെൻറ്റാലിറ്റി ഓർത്തിട്ടാണ്, അവർക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്, എനിക്ക് വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാൻ, ഈ പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുന്നോളം വരെ എനിക്ക് സമാധാനം കാണത്തില്ല. എൻ്റെ ദൈവമേ, ഞാനിങ്ങനെ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവരെന്തെങ്കിലും ഉപദ്രവിക്കുമോ എൻ്റെ മക്കളെ, അങ്ങനെ ഇരുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും അതൊന്നും നമ്മുടെ സമൂഹത്തിലൊന്നുമില്ല. ഇപ്പം ഇന്ന് കുട്ടികളും എല്ലാവരും ഇന്ന് വളരെ സേഫാണ്. പണ്ടത്തെ പോലെ ബ്ലാക്ക് മെയിലിങ്ങോ ഗുണ്ടായിസോ ഒന്നും ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല എന്നതാണ് നമ്മുടെ അഭിമാനമായിട്ടുള്ള കാര്യം. ഇതിനു മുമ്പ് കഴിഞ്ഞ മാസം വരെയുള്ള കഴിഞ്ഞ ഒരു 6 മാസം വരെ മുമ്പ് വരെ ആയിക്കോട്ടെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മളുടെ നിയമം വളരെ ശക്തമായിട്ട് എല്ലാവരും, ജനങ്ങളും മീഡിയക്കാരും എല്ലാവരും ആ സെക്കൻഡിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു മാഫിയയും ഇവിടെ ഉണ്ടാവില്ല എന്നതിനാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത്രത്തോളം നമ്മുടെ നിയമത്തിൽ നിന്നും വളരെ സ്ട്രോങ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് ഇനി എല്ലാവരും ഒന്ന് ഭയക്കും. ഇനി എല്ലാവരും, എനിക്കിപ്പോൾ തോന്നുന്നു, ഇനി നമ്മുടെ സൊസൈറ്റിയിൽ പെണ്ണുങ്ങളോട് എല്ലാവരും മാന്യമായിട്ട് തന്നെ പെരുമാറുള്ളൂ. ഒരു പെണ്ണിൻ്റെ കൺസെന്റ് ഇല്ലാതെ ഒരു പുരുഷന്മാരും ഒരു സ്ത്രീയെ തൊടില്ല ഈ ഒരു സംഭവത്തോടു കൂടി. കാരണം ഇതിന് സമയമില്ല എന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി. എൻ്റെ കേസ് തന്നെ എടുത്തതും ഒരു ഉദാഹരണമാണ്. കാരണം ഇത് 2008 2009 നടന്നിട്ടും ഇത്ര ഇതായിട്ട് അവർക്കെതിരെ FIR ഇടണമെങ്കിൽ നമ്മളുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വലിയ പാഠമായിട്ടുണ്ട്. കാരണം ഇനി തൊട്ട് അവർക്ക് പേടിയുണ്ടാവും, അയ്യോ പലരും ഇപ്പോൾ പേടിക്കുന്നുണ്ടാവും, ദൈവമേ ഞാൻ ആ പെൺകുട്ടീനെ അങ്ങനെ ചെയ്തു, അവളെങ്ങാനും വില കേസുകൾ കൊടുക്കും, ഈ സമയത്തെങ്ങാനും കൊടുത്താൽ പെട്ടത് തന്നെ, എല്ലാവരും പേടിക്കുന്നുണ്ടാവും. അങ്ങനെ ഇനി വരാതിരിക്കട്ടെ. സ്ത്രീകൾക്കും തുല്യ ബഹുമാനം കൊടുത്ത് അവർ നല്ല സ്വതന്ത്രരായിട്ട് അവർ നന്നായിട്ട് വർക്ക് ചെയ്യട്ടെ, സ്വതന്ത്രമായിട്ട് അവർ ശക്തീകരിക്കപ്പെടട്ടെ. എത്രയോ എനിക്ക് പറയാനുള്ളൂ.